നമസ്കാരം. ഭീകരവാദത്തെ ഒരുമിച്ച് നേരിടാൻ ഇന്ത്യയും അമേരിക്കയും ഒരുങ്ങുകയാണ്. മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ധാരണയായി. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങുന്നതിനുമൊക്കെ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. രാജ്യതാൽപര്യങ്ങൾ പരമോന്നതമാക്കി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് ട്രംപിനെ അഭിനന്ദിക്കുന്നു എന്നാണ് മോദി പറഞ്ഞത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു. പുടിനുമായി ട്രംപിന്റെ ഫോൺ സംഭാഷണം നിർണായകമാകുമെന്നാണ് മോദി പറഞ്ഞത്. ഈ വർഷം മുതൽ ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങൾ F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നൽകുമെന്ന് ട്രംപും വ്യക്തമാക്കി. തീവ്രവാദവും സൈനിക സഹകരണവും വ്യാപാര ബന്ധവുമാണ് പ്രധാനമായും മോദി ട്രംപ് ചർച്ചകളിൽ നിറഞ്ഞു നിന്നത്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് നേരത്തെ അമേരിക്കൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപും പ്രഖ്യാപനം നടത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് കൈമാറ്റം. പാകിസ്ഥാൻ വംശജനായ തഹാവൂർ റാണ കനേഡിയൻ പൗരനാണ്. പാകിസ്ഥാനിലെ ഈ സൈനിക ഡോക്ടർ പിന്നീട് കാനഡയിലേക്ക് മാറുകയും അവിടെ പൗരത്വം നേടുകയും ചെയ്തു. തുടർന്ന് അമേരിക്കയിലെ ഷിക്കാഗോയിലെത്തി വേൾഡ് ഇമിഗ്രേഷൻ സെന്റർ എന്ന സ്ഥാപനം ആരംഭിച്ചു. ഇതിന്റെ മുംബൈയിലെ ബ്രാഞ്ചാണ് ഭീകരാക്രമണത്തിനായി ലഷ്കർ ഭീകരർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയതെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായിട്ടാണ് തഹാവൂർ റാണയെ കൈമാറണമെന്നും വിചാരണ നടത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇന്ത്യക്ക് കൈമാറരുത് എന്നാവശ്യപ്പെട്ട റാണ കോടതിയെ സമീപിച്ചതോടെ കഴിഞ്ഞ ഡിസംബർ 16 അമേരിക്കൻ സോളിസിറ്റർ ജനറൽ റാണയുടെ ഹർജി തള്ളണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത്. നടപടികൾ പൂർത്തിയാകുന്നതോടെ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കും. ഇതാണ് ട്രംപുമായുള്ള ചർച്ചയിൽ മോദി ഉറപ്പിച്ചെടുത്ത സുപ്രധാന കാര്യം. 2008 നവംബർ 26 രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നത്. ആക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെട്ടു, 300-ലേറെ പേർക്ക് പരിക്കേറ്റു. ദക്ഷിണ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ്മഹൽ പാലസ്, ഛത്രപതി ശിവാജി ടെർമിനൽ, നരിമാൻ പോയിന്റിലെ ഒബ്റോയ് ട്രൈഡന്റ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടു. 3 ദിവസം രാജ്യം ആശങ്കയുടെ മുൾമുനയിൽ നിന്നു. നവംബർ 29 രാവിലെ 8 മണിയോടെ ഏറ്റുമുട്ടൽ അവസാനിച്ചു. 9 ഭീകരരെ സൈന്യം വധിച്ചു. മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ് മേധാവി ഹേമന്ത് കർക്കറെ, മലയാളി NSG കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അടക്കം നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ജീവനോടെ പിടികൂടിയ അജ്മൽ കസബിനെ 2012 നവംബർ 21 ഇന്ത്യ തൂക്കിലേറ്റി. അതിനുശേഷം തഹാവൂർ റാണയെയും ശിക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടുകയാണ്. ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യക്ക് സാധ്യമാകുന്നത്. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, താരിഫ്, കുടിയേറ്റം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളും ചർച്ചയായി. US പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന 4ാമത്തെ ലോക നേതാവാണ് നരേന്ദ്രമോദി. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇരു നേതാക്കളും പരസ്പരം ഹസ്തദാനം നൽകിയ ശേഷം ആലിംഗനം ചെയ്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപും മോദിയും സംയുക്ത വാർത്താ സമ്മേളനവും നടത്തി. അതും സൗഹൃദപരമായിരുന്നു. പ്രസിഡന്റ് ട്രംപ് എല്ലായ്പ്പോഴും ദേശീയ താൽപര്യം പരമോന്നതമായി നിലനിർത്തുന്നുവെന്നാണ് മോദി പറഞ്ഞത്. പ്രസിഡന്റ് ട്രംപിനെ പോലെ ഇന്ത്യയുടെ താൽപര്യങ്ങൾ പരമോന്നതമായി നിലനിർത്താനും പ്രവർത്തിക്കാനും തനിക്കും വലിയ ഭാഗ്യം ലഭിച്ചുവെന്ന് മോദി പറഞ്ഞു. തീവ്രവാദത്തെ തുടച്ചു നീക്കാൻ ഒരുമിക്കാനും ധാരണയായി. നന്ദി.